അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. മനുഷ്യന് നഷ്ടമായ സകല ആത്മീയ അനുഗ്രഹങ്ങളും സ്വർഗീയ അവകാശങ്ങളും വീണ്ടും മടക്കിത്തരുവാൻ യേശു ലോകത്തിൽ വന്ന് കഷ്ടമനുഭവിച്ചു. യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും യേശു ക്രിസ്തുവിലൂടെ ദൈവമക്കളായിരിക്കയാൽ നാം ദൈവത്തിന്റെ അവകാശികളായി തീരുകയും ചെയ്തു. ഈ അവകാശത്തിന്റെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് സ്വന്തമാകുന്നത് നമ്മുടെ തേജസ്കരണത്തോടെയാണ്. ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന നാം നമ്മുടെ ജഡാഭിലാഷ പ്രകാരമല്ല മേലാൽ ജീവിക്കുന്നത്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ്. നാം ഈ ഭൂമിയിൽ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന കാലത്തോളം ജഡത്തെ അനുസരിച്ച് ജീവിക്കാത്തത് നിമിത്തമുള്ള കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ കഷ്ടങ്ങളെല്ലാം ക്രിസ്തു നിമിത്തം നമുക്കായി കഷ്ടം സഹിച്ച ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് സഹിക്കുകയും സന്തോഷത്തോടെ നേരിടുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിലുള്ള കൂട്ടവകാശികളായി നാം മാറുന്നത്. കഷ്ടങ്ങളിൽ തളരുകയും പിന്മാറുകയും ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പക്ഷം ക്രിസ്തുവിന് കൂട്ടവകാശികളാകാൻ കഴിയുകയില്ല. ആകയാൽ എല്ലായ്പ്പോഴും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി ജീവിക്കാൻ നമുക്കാകട്ടെ. ക്രിസ്തുവിനായി കഷ്ടം സഹിച്ചാൽ നാം തന്നോട് കൂടെ വാഴുകയും ചെയ്യും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.